നേരിട്ട് കണ്ടവരുടെ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ കണ്ടവരുടെയും കണ്ണു നനയിച്ച ഒരു ദൃശ്യത്തെക്കുറിച്ചാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. മകനെ പോലെ കണ്ടു വളർത്തിയ 20 വർഷമായി മുടങ്ങാതെ വെള്ളം നൽകിയ അരയാൽ മുറിച്ചു മാറ്റിയപ്പോൾ വൃദ്ധ ചങ്ക് പൊട്ടി കരയുന്ന ഒരു ദൃശ്യം. ഛത്തീസ്ഗഡിൽ നിന്നുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നഷ്ടപ്പെട്ടത് അവർക്ക് തിരിച്ചു കിട്ടിയില്ല എങ്കിലും മരം മുറിച്ചവർക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണ് അധികൃതർ. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ഇതേക്കുറിച്ച് കൂടുതലായി പറയാൻ അർജുൻ പീതാംബരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, കണ്ടു നിൽക്കാൻ ആകുന്നില്ല ശരിക്കും. ആ ഒരു വൃദ്ധ ഒരു മരത്തിന്റെ കുറ്റിയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. ഒരു മരത്തിനോട് മനുഷ്യർക്ക് ഇത്രത്തോളം ഒരു അറ്റാച്ച്മെന്റ് തോന്നുമോ എന്ന് ചോദിച്ചാൽ തോന്നും എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ആ വൃദ്ധയല്ലേ. എന്തിനാണ് ഈ മരം മുറിച്ചു മാറ്റിയത്? എന്താണ് അവിടെ സംഭവിച്ചത്? ഇവർക്കെതിരെ നടപടി എടുത്തു എന്ന് പറയുന്നു. എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? കുറച്ച് ദിവസം മുൻപത്തെ വീഡിയോ ആണ്, പക്ഷെ അത് വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടാൻ കാരണം പാർലമെന്ററി കാര്യ മന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു കൂടെ അത് റീട്വീറ്റ് ചെയ്തതോടുകൂടിയാണ്. ഛത്തീസ്ഗഡിലെ രാജ്നന്ദൻ ഗാവ് എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചയാണിത്. ആ അരയാൽ വൃക്ഷം അത് ആ അമ്മയ്ക്ക് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് നാട്ടുകാർക്ക് വളരെയധികം ഇമോഷണലി, അതായത് വൈകാരികമായി ബന്ധമുണ്ടായിരുന്ന, വളരെ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു മരമാണ്. ഈ പറയുന്ന ആ ദൃശ്യങ്ങളിൽ കാണുന്ന പൊട്ടിക്കരയുന്ന അമ്മ കഴിഞ്ഞ 20 വർഷം മുൻപാണ് ആ മരം നടുന്നത്. പിന്നീട് സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അതിനെ വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തി ഇത്രത്തോളം എത്തിച്ചു. അത് ആ മരം നിന്നിരുന്നത് ഒരു സർക്കാർ ഭൂമിയിലാണ്. പക്ഷെ അവിടുത്തെ നാട്ടുകാരെല്ലാം തന്നെ, ആ ഗ്രാമവാസികളെല്ലാം തന്നെ ആ മരത്തെ ഒരു ദൈവികമായിട്ടുള്ള ഒരു രീതിയിൽ അതിനെ ആദരിച്ചു പോന്നിരുന്നു, ആചരിച്ചു പോന്നിരുന്നു, പൂജകളൊക്കെ നടത്തിയിരുന്നു. അതിനും മുൻകൈയൊക്കെ എടുത്തിരുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അമ്മ തന്നെയാണ്. പക്ഷെ ആ സർക്കാർ ഭൂമി കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ആ സമീപത്തെ ഒരു ഭൂമാഫിയ അല്ലെങ്കിൽ ഈ ഭൂമികളെല്ലാം തന്നെ സ്വന്തമാക്കി മറിച്ചു വിൽക്കുന്ന ഒരാൾ, ഇമ്രാൻ മേമൺ എന്നാണ് അയാളുടെ പേര്. അയാൾ പദ്ധതിയിട്ടു. അതിന് ആ വൃക്ഷം, ആളുകൾ ആചരിച്ചു കൊണ്ടിരുന്ന ആ വൃക്ഷം അയാൾക്ക് തടസ്സമായിരുന്നു, ആ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അയാൾ തൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം ഒരു പദ്ധതി ഇട്ടുകൊണ്ട് രാത്രി വന്ന് ആ മരം മുറിച്ചത്. ആ മരം മുറിച്ചതിന് ശേഷം ആ മുറിക്കാൻ ഉപയോഗിച്ച ചെയിൻസോ അത് അയാൾ ഒരു കുളത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ആ അമ്മയുടെ വിഷമം കൂടി കണ്ടതോടെ നാട്ടുകാർ വലിയ രീതിയിൽ കോപാകുലരായി. പ്രത്യേകിച്ചും അവരും ആരാധിച്ചൊരു മരമാണ്. അങ്ങനെയാണ് ഈ ഇമ്രാൻ മേമനാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം ആ നാട്ടുകാർക്ക് അറിയാമായിരുന്നു. അവരൊരു സർപഞ്ച്, അതായത് നമ്മൾ പണ്ടത്തെ കാലത്തെ സിനിമയൊക്കെ കണ്ടിരിക്കുന്ന രീതിയിൽ ഇപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഈ വലിയ പഞ്ചായത്ത് പോലെയൊക്കെ നടത്തും. അങ്ങനെ ഒരു നാട്ടുകൂട്ടം പോലെ കൂട്ടി അവരൊരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി ഈ ഇമ്രാൻ മേമൻ എന്ന് പറയുന്ന ആളെ കസ്റ്റഡിയിലെടുത്തു. പിന്നീടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അയാൾ കുറ്റസമ്മതം നടത്തിയത്. എന്തായാലും ഇപ്പോൾ പോലീസ് ഈ ആയുധം കൂടി, അതായത് ഈ ചെയിൻസോ കൂടി കണ്ടെടുക്കാനുള്ള അന്വേഷണത്തിലാണ് നിലവിലുള്ളത്. ഇയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഛത്തീസ്ഗഡ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം. ശരി അർജുൻ, എന്തായാലും കൃത്യമായ നടപടി അയാൾക്കെതിരെ സ്വീകരിക്കട്ടെ. ഒരു മനുഷ്യന്റെ വ്യാമോഹം ഒരുപാട് പേരുടെ ദുഃഖത്തിന് കാരണമായ ഒരു കാഴ്ചയിൽ ശരിക്കും ആ ഒരു അമ്മ അതിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കാണുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും സങ്കടം തോന്നും. ഒരു മരത്തിനോട് അങ്ങനെയൊക്കെ അറ്റാച്ച്മെന്റ് തോന്നുമോ എന്ന് ചോദിച്ചാൽ തോന്നുമായിരിക്കാം. കഴിഞ്ഞ 20 വർഷമായിട്ട് അവർ സ്ഥിരം വെള്ളം ഒഴിച്ച് വളർത്തുന്ന ഒരു മരമാണ്. അതിന് അങ്ങനെ മുറിച്ചു മാറ്റിയപ്പോൾ അവർക്കത് സഹിക്കാനായില്ല. ഒപ്പം അവിടുത്തെ നാട്ടുകാർ ദൈവികമായി കണ്ട് ആരാധിക്കുന്ന ഒരു മരം കൂടി ആയതുകൊണ്ട് അവർക്കും അത് സഹിക്കാനായില്ല എന്നതാണ്. ശരി, എന്തായാലും ഇവർക്കെതിരെ കൃത്യമായൊരു നടപടി ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.